സ്വാശ്രയ സമരങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് അഭിമുഖം ആരംഭിച്ചത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള നിശ്ചിത താല്പര്യങ്ങളുണ്ട്. എന്തിന് ഇന്റർ ചർച്ച് കൗൺസിലിനെയും ക്രിസ്തീയ സ്ഥാപനങ്ങളെയും അപലപിക്കുവാനായിട്ട് ഇവർ മുന്നോട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പാവങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത്. എവിടെയാണ് കച്ചവടം ചെയ്യുന്നത്, എവിടെയാണ് ഇവർ പണം ഉണ്ടാക്കുന്നത്, ഇതെല്ലാം അവർ ചൂണ്ടിക്കാണ്. ഇവർക്ക് കണക്കൂട്ടാൻ അറിയാമല്ലോ. ക്രിസ്തീയ സ്ഥാപനങ്ങൾ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മറ്റ് കോളേജുകളൊക്കെ ചെയ്യുന്നതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഒന്നും മേടിക്കുന്നില്ല, ഒരു കോഴിയും മേടിക്കുന്നില്ല. ക്രിസ്തീയ സ്ഥാപനങ്ങൾ വളരെയധികം സുതാര്യമായിട്ട് തന്നെ പോകുന്നു. പിന്നെ ഈ ക്രിസ്തീയ സ്ഥാപനങ്ങളെ ബലിയാടുകളാക്കിയിട്ട് എന്തിന് തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ഇതിനൊരു പരിഹാരമാകുമോ? ഇതെല്ലാം ചില നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിന് വേണ്ടി ക്രിസ്തീയ സ്ഥാപനങ്ങളെയും ക്രിസ്തീയ സമൂഹങ്ങളെയും കരുവാക്കിക്കൊണ്ട് ചെയ്തു കൂട്ടുന്ന ചില ചെപ്പടി വിദ്യകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭ ജാഗരൂകരായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സഭ ആപ്പാട് ഇവിടെ കാട്ടിക്കൂട്ടുന്നതൊക്കെല്ലാം കുഴപ്പമാണെന്നുള്ളൊരു ധാരണ വരുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അത് വാസ്തവത്തിൽ വളരെയധികം ദയനീയമായിട്ടുള്ളൊരു അവസ്ഥ. സഭ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം. എൽവിസ് ചുമാർ, ജയ് ഹിന്ദ് ന്യൂസ്, ദുബായ്.